ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 3 കേക്കുകളുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഒരു ആനിവേഴ്സറി കേക്കായിരുന്നു, 2 kg ടോളായിട്ട് ഒരു വാഞ്ചോ കേക്ക്. പിന്നെ രണ്ടാമത്തേത് ഒരു പാണ്ട ഡിസൈനിൽ വരുന്ന ചോക്ലേറ്റ് കേക്കായിരുന്നു. പിന്നെ മൂന്നാമത്തേത് ഒരു നോർമൽ മിൽക്ക് നട്ട്സ് കേക്കും. ആനിവേഴ്സറി കേക്കിന്റെ റെഫറൻസ് കേക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊരു റെഡ് കളറും ഓഫ് വൈറ്റും വരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു. റെഫറൻസ് ബുക്കിൽ കാണുന്ന സെയിം ഒരു ടോപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹേർട്ടിന്റെയും ആനിവേഴ്സറിയും ചെറിയൊരു മാറ്റമുള്ള ടോപ്പറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്ങിനായിട്ട് കാഷ്യൂം ബദാമും പിന്നെ ചോക്കോ ചിപ്സും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റിന്റെ ലെയർ വരുന്ന സമയത്ത് ഡാർക്ക് ചോക്കോ ചിപ്സും വൈറ്റിന്റെ സ്പഞ്ച് വരുന്ന സമയത്ത് വൈറ്റ് ചോക്കോ ചിപ്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. 1 kg 2 ടിന്നിലായിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. വൈറ്റ് ഫോറസ്റ്റിന്റെ 3 ലെയറും ചോക്ലേറ്റ് കേക്കിന് 3 ലെയറുമായിട്ട് ടോട്ടൽ 6 ലെയർ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ലെയേഴ്സിനും നല്ല ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായി. 2 മാസത്തിനുള്ളിൽ തന്നെ 199 സബ്സ്ക്രൈബറായി. അപ്പോൾ ഒരുപാട് സന്തോഷം. സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ഒരു ബേക്കിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം 5 വർഷമായി. 2 വർഷം മുന്നേ യൂട്യൂബിന്റെ ABCD അറിയാതെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ നല്ലൊരു ഫോണും ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. യൂട്യൂബിൽ മ്യൂസിക് ഇടുമ്പോൾ ഞാൻ ഹാഷ്ടാഗിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പം അതെങ്ങനെ ക്ലിയർ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചു. അങ്ങനെ പിന്നെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് അത് എഡിറ്റ് ചെയ്യാനൊക്കെ വൈകിപ്പോയത് കൊണ്ട് ഫോണും ഹാങ്ങായി. അതുകൊണ്ടൊക്കെയാണ് ആ ഒരു ചാനൽ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ അതുപോലെ പകുതി വെച്ചൊന്നും നിർത്താതെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് ഒരു 1 kg ചോക്ലേറ്റ് കേക്കായിരുന്നു. പാണ്ട ഡിസൈനിൽ വരുന്നൊരു കേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 kg ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാണ്ടക്കുട്ടൻ്റെ ചെവിയൊക്കെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 2 kg ബോർഡ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് നമുക്ക് ഓർഡർ തന്നിട്ടുള്ള ജിമ്മച്ചിയായിരുന്നു. ജിമ്മച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് താശ്ശേരി കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പോൾ ബസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡെയിലി കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഫ്രണ്ട്സായി. അപ്പോൾ ജിമ്മച്ചി എനിക്ക് ഒരുപാട് ഓർഡർ തന്നിട്ടുണ്ട്. ഇത് അവരുടെ റിലേറ്റീവിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ആയിരുന്നു. അപ്പോൾ അവർ ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ളത് ഡോൾ കേക്കിൽ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു മോഡലായിരുന്നു. പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞു മോൾക്ക് പാണ്ടയാണ് ഒരുപാട് ഇഷ്ടം, അതുകൊണ്ട് ഈ ഒരു ഡിസൈൻ ചെയ്തോണം. അങ്ങനെ ആ കേക്കിന്റെ ക്രം കോട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് മിൽക്കി നട്ട്സ് കേക്കിന്റെ ക്രം കോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കേക്കിൽ എനിക്ക് ഓർഡർ വന്നിട്ടുള്ളത് എൻ്റെ കൂടെ പഠിച്ച വിവേക് എന്ന് പറയുന്ന ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഓർഡർ തരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അധികം കളറൊന്നും ആഡ് ചെയ്യാതെ കേക്ക് ചെയ്യണം, പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഉള്ള നല്ലൊരു കേക്ക് തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റാപ്പെല്ലോ മിൽക്കി നട്ട് വൈറ്റ് ഫോറസ്റ്റ് ടെൻഡർ കോക്കനട്ട് ഇതൊക്കെ കളർ ആഡ് ചെയ്യാത്ത ചെയ്യുന്ന കേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ മിൽക്കി നട്ട് കേക്ക് സെലക്ട് ചെയ്തു. മിൽക്കി നട്ട് കേക്കിൽ നമ്മൾ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഷുഗർ സിറപ്പിന് പകരം പാലിൽ കണ്ടൻസ് മിൽക്കും ഷുഗറും ആഡ് ചെയ്തിട്ട് പഴുപ്പിച്ചെടുത്തിട്ടുള്ള സിറപ്പാണ്. ഫില്ലിങ്ങിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും വൈറ്റ് ചോക്ലേറ്റ് ഗണേഷും കാഷ്യൂം ബദാമും വൈറ്റ് ചോക്കോ ചിപ്സും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതും ക്രം കോട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ 2 kg ആനിവേഴ്സറി കേക്ക് ഡെക്കറേഷൻ ചെയ്യുകയാണ്. സെക്കൻഡ് കോട്ടായിട്ട് നമ്മൾ ഓഫ് വൈറ്റ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതിയിൽ നിന്നായിട്ട് റെഡ് കളർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ റെഫറൻസ് പിക്കിൽ തന്നതുപോലെ തന്നെ സൈഡിലായിട്ട് ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ചെറിയ ഹേർട്ട് ഷേപ്പിന്റെ ടോപ്പർ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 kg പാണ്ട കേക്ക് നമ്മൾ ചോക്ലേറ്റ് കേക്കിൽ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലൂടെ വളരെ കുറച്ച് മാത്രം വൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോസിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ചോക്ലേറ്റിന്റെ ഡാർക്ക് കളർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ കണ്ണിന്റെയും മൂക്കിന്റെയും ഭാഗം ഒരു കട്ടർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിന്റെ ചുറ്റിലും നമ്മൾ നോസിൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം അവിടെ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു പാണ്ടയുടെ ഡിസൈൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിലെ വിദ്യാവിനന്ദിനി സ്കൂളിലെ ഒരു മാഷ് ഓർഡർ ചെയ്തപ്പോഴാണ്. അപ്പോൾ അന്ന് മാഷ് എൻ്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്ത റെഫറൻസ് നോക്കിയിട്ടായിരുന്നു ഞാൻ ആ ഒരു പാണ്ടയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അന്ന് വളരെ നല്ലൊരു റിവ്യൂ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഡിസൈനും കേക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് നന്നായിട്ടുണ്ട്. പാണ്ടയുടെ ഫേസൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ബ്ലാക്കും വൈറ്റും ഫോണ്ടന്റിൽ കണ്ണും മൂക്കും ചെവിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ മൂക്ക് ചെയ്യാനായിട്ട് ലവിന്റെ ഒരു കട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫോണ്ടന്റ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ വാട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ കണ്ണും മൂക്കും ചെവിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മിൽക്കി നട്ട്സ് കേക്ക് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുള്ളായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചതിന് ശേഷം സൈഡിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് കളറിൽ ഹാപ്പി ബർത്ത്ഡേ റൈറ്റിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ 2kg ആനിവേഴ്സറി കേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കൊടുക്കാനുള്ള കേക്കുകളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നാളെയും കുറച്ചധികം കേക്കുകൾ കൊടുക്കാനുണ്ട്. അപ്പൊ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.